എല്ലാവർക്കും ഇൻസൈറ്റ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2025 ജനുവരി മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നെറ്റി ചുളുക്കുന്നുണ്ടായിരിക്കും അല്ലെ? പേടിക്കണ്ട, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാണാൻ മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. നമുക്ക് ഒന്നാമത് ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റിനെ പറ്റി പറയുന്നുണ്ട്, അതിനുശേഷം ഫുട്ബോൾ പറയുന്നുണ്ട്, അതിനുശേഷം ചെസ് പറയുന്നുണ്ട്. ഓരോ കാറ്റഗറിയിലുള്ള കറണ്ട് അഫയേഴ്സ് തരംതിരിച്ചാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത് ക്രിക്കറ്റിനെ കുറിച്ച് പറയാം. ഓക്കെ, ക്രിക്കറ്റ് ആണേ. എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലെ കാര്യമാണ് ആദ്യം പഠിക്കേണ്ടത്. ചാമ്പ്യൻസ് ട്രോഫി കേട്ടോ. അപ്പൊ ചാമ്പ്യൻസ് ട്രോഫിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ചാമ്പ്യൻസ് ട്രോഫിയിൽ ആരാ വിജയിച്ചത്? ക്രിക്കറ്റില് ഇന്ത്യയാണ് വിജയിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ആയോ? ഓരോ പോയിന്റും നോക്കി പോവാം. റണ്ണറപ്പ് ആരായിരുന്നു? അത് ന്യൂസിലൻഡ് ആയിരുന്നു. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ന്യൂസിലൻഡെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യ എത്ര തവണ ഈ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്? 3 തവണ നേടിയിട്ടുണ്ട്. ഓക്കെ, 2002, 2013, 2025. 2002 നേടിയ സമയത്ത് പങ്കിട്ടത് ഇന്ത്യയും ശ്രീലങ്കയായിട്ട് പങ്കിട്ടെടുത്തതാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. 2002, 2013, 2025 സെറ്റാണല്ലോ. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു? അത് രോഹിത് ശർമ്മയായിരുന്നു. മാൻ ഓഫ് ദി മാച്ച്, ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച്. ഇനി പ്ലെയർ ഓഫ് ദ സീരീസ് ആരാ? രച്ചിൻ രവീന്ദ്ര. രച്ചിൻ രവീന്ദ്ര ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണ്? അത് ന്യൂസിലൻഡ് ആണ്. രച്ചിൻ രവീന്ദ്ര പഠിച്ചല്ലോ, രച്ചിൻ രവീന്ദ്ര. പിന്നെ ഗോൾഡൻ ബാറ്റ് അല്ലെ, ഏറ്റവും കൂടുതൽ റൺസ് നേടിയതായിരുന്നു അല്ലെ, രച്ചിൻ രവീന്ദ്രനായിരുന്നു. അദ്ദേഹം ഗോൾഡൻ ബാറ്റ് കിട്ടിയത്. ഗോൾഡൻ ബോൾ കിട്ടിയത് മാറ്റ് ഹെൻറി ആണ്. മാറ്റ് ഹെൻറി ന്യൂസിലൻഡിന്റെ താരമാണ്, ബോളിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരായിരുന്നു? മാറ്റ് ഹെൻറി, ന്യൂസിലൻഡ്. ഇനി എവിടെയൊക്കെ വെച്ചായിരുന്നു മത്സരം? പാകിസ്ഥാനിലും UAE-യിലും വെച്ചായിരുന്നു മത്സരം. ഇന്ത്യയുടെ മത്സരങ്ങൾ മിക്കതും എവിടെയാണ്? ദുബായിലായിരുന്നു. ഫൈനലൊക്കെ നടന്നത് എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. ഓക്കെ, ഇനി എത്രാമത്തെ എഡിഷൻ ആയിരുന്നു നടന്നത്? 9ാമത്തെ എഡിഷൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? വിജയി ആരാണ്? ഇന്ത്യ ആണ്. എന്താണ് മത്സരത്തിന്റെ പേര്? ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ആണ് അല്ലെ. ഇനി റണ്ണറപ്പ് ആരായിരുന്നു? ന്യൂസിലൻഡ് ആയിരുന്നു. എവിടെ വെച്ചായിരുന്നു? പാകിസ്ഥാനിലും UAE-യിലും വെച്ചായിരുന്നു. ഇന്ത്യയുടെ മത്സരം എവിടെ ആയിരുന്നു? ദുബായിലായിരുന്നു. ഓക്കെ, എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 9ാമത്തെ എഡിഷൻ. സെറ്റാണേ. ഓക്കെ, നമുക്കിനി IPL-ലേക്ക് പോവാം. IPL. ഓക്കെ, ടാറ്റ IPL 2025 പ്രത്യേകത എന്താണ്? ആരാണ് വിജയിച്ചത്? നമ്മുടെ RCB ആണ് വിജയിച്ചത്. നമ്മുടെ ആരുടെയാണ്? കോഹ്ലിയുടെ RCB ആണ് വിജയിച്ചത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. അപ്പം റണ്ണറപ്പ് ആരാ? പഞ്ചാബ് കിങ്സ് ആയിരുന്നു റണ്ണറപ്പ്. ആദ്യമായിട്ടാണ് RCB കിരീടം നേടുന്നത്. ആദ്യമായിട്ടാണ് RCB എന്ത് ചെയ്ത് കിരീടം നേടുന്നത്? RCB എന്ത് ചെയ്ത് പഞ്ചാബിനെ 6 റൺസിന് തോൽപ്പിച്ചു. ഓക്കെ, രജത് പാട്നാർ ഒക്കെ ആയിരുന്നു എന്താണ് RCB-യുടെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. രജത് പാട്നാർ ആണ് എന്ത് ചെയ്ത് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. റണ്ണറപ്പ് ആരായിരുന്നു? റണ്ണറപ്പ് ആരാ? പഞ്ചാബ് ആയിരുന്നു റണ്ണറപ്പ് അല്ലേ. പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ശ്രേയസ് അയ്യർ ആയിരുന്നു. ശ്രേയസ് അയ്യർ. അപ്പം പറഞ്ഞ കാര്യം, IPL ആരാ വിജയിച്ചത്? RCB ആണ് എന്ന കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. 18ാമത്തെ എഡിഷൻ ആണ്. എത്രാമത്തെ എഡിഷനാണ് നടന്നത്? 18ാമത്തെ എഡിഷൻ ആണ്. സമ്മാന തുകയായിട്ടുള്ള വിജയികൾക്ക് 20 കോടി രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, റണ്ണറപ്പിനോ 13.5 കോടിയാണ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്, ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നവർക്ക് കൊടുക്കുന്ന ക്യാപ്പാണ് ഇത്. ഓറഞ്ച് ക്യാപ്പ് കേട്ടോ. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നവർക്ക് ഓറഞ്ച് ക്യാപ്പാണ്. അത് നേടിയതാരാ? സായി സുദർശൻ ആണ്. സായി സുദർശനാണ്. നമ്മുടെ ഗുജറാത്ത് ടൈഗേഴ്സിന്റെ സായി സുദർശനാണ് എന്ത് ചെയ്ത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ ഓറഞ്ച് ക്യാപ്പ് നേടിയത്. അപ്പൊ പർപ്പിൾ ക്യാപ്പ് എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞു നോക്കുക. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ആൾക്ക് കൊടുക്കുന്നതാണ് പർപ്പിൾ ക്യാപ്പ്. അതാണ് പ്രസന്ത് കൃഷ്ണനാണ് പർപ്പിൾ ക്യാപ്പ് കിട്ടിയത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ആരാണ് വിജയിച്ചത്? RCB. എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 18ാമത്തെ എഡിഷൻ. ആരെയാണ് തോൽപ്പിച്ചത്? ആരെയാണ്? പഞ്ചാബിനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ ആണല്ലോ, സെറ്റായി. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, വുമൺസിന്റെ IPL ഉണ്ട് കേട്ടോ. വുമൺസിന്റെ IPL അതൊന്ന് നോക്കിയാലോ. വുമൺസിന്റെ IPL വിജയിച്ചതാരാ? മുംബൈ ആണ്. 2025 വിജയിച്ചതാരാണ്? മുംബൈ ആണ്. ഡൽഹിയാണ് പരാജയപ്പെടുത്തിയത്. എഡിഷൻ എത്രാമത്തെയാണെന്ന് നോക്കി നോക്കുക. 3ാമത്തെ എഡിഷനാണ്. എത്രാമത്തെ എഡിഷനാണ്? 3ാമത്തെ എഡിഷനാണ് എന്ന കാര്യം ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ ഈ നോട്ട് വേണ്ടുന്നവര്
ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം, ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉറപ്പായിട്ടും ചാനലിൽ ജോയിൻ ചെയ്യുക. എന്ത് ചെയ്യുക, നോട്ട് കിട്ടി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിലെ IPL താരങ്ങൾ ആരായിരുന്നു. ഓക്കെ, ആരാ? മിന്നുമണി ഏതാണ്? ഡൽഹിയാണ്. സഞ്ജന സജീവൻ ഏതായിരുന്നു? അത് മുംബൈ ആണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. അടുത്തതിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചാമ്പ്യൻസ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് മാച്ചാണ് ടെസ്റ്റ്. അറിയാത്തവരുണ്ട്, ഒരുപാട് പേരുണ്ട് അറിയാത്തവർ. ഓക്കെ, റെഡ് ബോൾ ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. റെഡ് ഉണ്ട്, പിങ്ക് ബോളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 5 ദിവസമാണെന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ നേരത്തെ പഠിച്ചത് ഏകദിനമായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി. ഇത് ടെസ്റ്റിന്റെ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ട്. അതിപ്പം അതിൽ വിജയിച്ചത് ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അതിൽ വിജയിച്ചത് ആരാ? ദക്ഷിണാഫ്രിക്കയാണ്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തിയത്, ദക്ഷിണാഫ്രിക്കയാണ് വിജയിച്ചത്. ഓക്കെ, ലണ്ടനിൽ വെച്ചായിരുന്നു ഇതിന്റെ മത്സരം നടന്നത്. എവിടെയായിരുന്നു? ലണ്ടനിൽ വെച്ചായിരുന്നു. മൂന്നാമത്തെ എഡിഷൻ ആണ്. അവൻ 2019 ഒരെണ്ണം നടന്നായിരുന്നു, അത് ന്യൂസിലൻഡ് ആണ് വിജയിച്ചത്. 2021 നടന്നായിരുന്നു, അതായിരുന്നു ഓസ്ട്രേലിയയാണ്. 2025 ആരായിരുന്നു? 25 ആരാണ്? ആരാണ് വിജയിച്ചത്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇങ്ങനെ ഒരു കിരീടം നേടുന്നത് 27 വർഷങ്ങൾക്ക് ശേഷമാണ്. ICC ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ഒരു കിരീടം നേടുന്നത് 27 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഓർത്തു വെച്ചേക്കണേ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ടെസ്റ്റ് കേട്ടോ, ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ആരെ പരാജയപ്പെടുത്തിയ? നമ്മുടെ ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോയാലോ? അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ശുഭ്മാൻ ഗില്ല് അല്ലെ. ശുഭ്മാൻ ഗില്ലിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ടെസ്റ്റില് ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റിന്റെ ക്യാപ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്ത് ഇതൊന്ന് പഠിച്ചു നോക്കുക. ക്യാപ്റ്റനായ ആദ്യ പരമ്പരയിൽ തന്നെ 4 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ബാറ്റ്മാൻ എന്ന റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ക്യാപ്റ്റനായ ആദ്യ പരമ്പരയിൽ തന്നെ എത്രയാണ്? 4 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ബാറ്റ്മാൻ ആണ്. പിന്നെന്താണ്? ജൂലൈയിൽ ICCയുടെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഇനി വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കണേ. വിരാട് കോഹ്ലിയൊക്കെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. വിരാട് കോഹ്ലി എന്നാണ് ടെസ്റ്റിൽ തുടക്കം കുറിച്ചത്? 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു. ഓക്കെ, കിങ്സ്റ്റണിൽ ജമൈക്കയിലായിരുന്നു ആദ്യമായിട്ട് വിരാട് കോഹ്ലി ടെസ്റ്റിന്റെ കാര്യമാണ്, ഏകദിനമല്ല, ടെസ്റ്റ്. ഇനി ടെസ്റ്റിൽ എത്ര വർഷത്തെ കരിയർ ഉണ്ട് അദ്ദേഹത്തിന്? 14 വർഷത്തെ കരിയർ ഉണ്ട് കേട്ടോ. 14 വർഷം. 2011 മുതൽ 2025 വരെയാണ്. 123 മത്സരങ്ങൾ കളിച്ചു. അതിനകത്ത് 68 മത്സരങ്ങൾ ക്യാപ്റ്റനായിട്ട് മത്സരിച്ചു. ടെസ്റ്റിൽ മത്സരിച്ച 68, അതിൽ വിജയിച്ചത് എത്ര? 40 വിജയിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് പഠിച്ചു നോക്കുക. എത്ര റൺസ് നേടി? 9230 റൺസ് ആണ് നേടിയത്. ശരി, ആവറേജ് 46.85 ആണ്. 2025 നിന്നാണ് ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത്. ഇനി എന്താണ്? 1000 ഫോറുകളും സിക്സറുകളും നേടുന്ന ആദ്യ കളിക്കാരൻ. IPL ഒരു പുതിയ റെക്കോർഡ് കൂടെ വന്നിട്ടുണ്ട്. എന്താണ്? 1000 എന്ത് ചെയ്ത് 4ഉം 6ഉം നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന റെക്കോർഡും ആർക്ക് തന്നെയാണ്? നമ്മുടെ വിരാട് കോഹ്ലിക്ക് തന്നെയാണ് എന്ന കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോയാ. ഓക്കെ, കുറച്ച് എഡിഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. സെലക്റ്റീവ് ആയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് 17ാമത് ഏഷ്യ കപ്പാണ് അല്ലെ. ഇപ്പൊ നമ്മൾ UAE നടന്നുകൊണ്ടിരിക്കുന്നത് 17ാമത് ഏഷ്യ കപ്പാണ്. അപ്പൊ മത്സരം ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ തന്നെ ശ്രീലങ്കയും ഒക്കെ ആയിട്ടുള്ള മത്സരമാണ്. 17ാമത്തെ എഡിഷൻ ആണ് നോക്കുക. ഇനി 2025 ഇന്ത്യയിൽ വെച്ചാണ് വുമൺസിന്റെ വേൾഡ് കപ്പ്. പഠിച്ചു വെക്കുക, ICC വുമൺസിന്റെ വേൾഡ് കപ്പ്, 50 ഓവറിന്റെ വേൾഡ് കപ്പ് നടക്കുന്നത് 2025 എവിടെയാണ്? 2025 എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓർത്തു വെച്ചേക്കണേ. ഇനി ഇന്ത്യ ടെസ്റ്റ് മത്സരം, ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റ് മത്സരം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ശുഭ്മാൻ ഗില്ലൊക്കെ വന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? 4 മത്സരങ്ങളിൽ 4 സെഞ്ചുറി നേടിയെന്നൊക്കെ പറഞ്ഞില്ലയോ? ആ ടെസ്റ്റ് മത്സരത്തിന്റെ പേരാണ് എന്താണ്? ടെണ്ടുൽക്കർ ആൻഡ്രേസൺ ട്രോഫി എന്നായിരുന്നു ആ പേര് കേട്ടോ. ടെണ്ടുൽക്കർ, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇല്ലേ, സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും ഇംഗ്ലണ്ടിന്റെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ആൻഡ്രേസന്റെയും പേരിലായിരുന്നു ടെസ്റ്റിന്റെ പേരുണ്ടായിരുന്നത് കേട്ടോ. അതിനകത്ത് സമനിലയായി, 2-2 സമനിലയായി. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പം 17ാമത് ഏഷ്യ കപ്പ്, പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
ഓക്കെ, ഇനി വുമൻസിന്റെ വേൾഡ് കപ്പ് 2025 എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചാണ്. ഇനി അടുത്ത ടെസ്റ്റ് പരമ്പരയുടെ പേരെന്തായിരുന്നു? ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ആണ് എന്ന കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. ICCയുടെ ഹോൾ ഓഫ് ദ ഫ്രെയിമിൽ 2025 ജൂണിൽ ഉൾപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആണ് നമ്മുടെ ധോനി. മഹേന്ദ്ര സിംഗ് ധോനിയാണ് ICCയുടെ ഹോൾ ഓഫ് ദ ഫ്രെയിമിൽ ഉൾപ്പെട്ടു. ഇറ്റലി ICC വേൾഡ് കപ്പിന്റെ ആദ്യമായിട്ട് യോഗ്യത നേടി. പഠിച്ചു വെച്ചേക്കണേ, ICC വേൾഡ് കപ്പിൽ അടുത്തിടെ യോഗ്യത നേടിയ രാജ്യം ഇതാണ്, ഇറ്റലിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇവിടെ വരുന്നു, ബാംഗ്ലൂരു വരുന്നു എന്ന കാര്യത്തോടെ ഓർത്തു നോക്കുക. ബാംഗ്ലൂര് ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് താരമായിട്ട് സാലിയ സമൻ 5 വർഷത്തേക്ക് എന്ത് ചെയ്ത് ക്രിക്കറ്റിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി. നമ്മുടെ ICCയുടെ ആന്റി കറപ്ഷൻ വിങ് ആണ് എന്ത് ചെയ്ത് ഇദ്ദേഹത്തിനെ അഴിമതി കാണിച്ചു എന്ന കുറ്റത്തിന് ഇദ്ദേഹത്തിനെ ശിക്ഷിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മുടെ ഹോൾ ഓഫ് ദ ഫ്രെയിമില് ധോനി ഉൾപ്പെട്ടു, ജൂൺ മാസമായിരുന്നു അത്. ഇനി എന്താണ്? ICCയുടെ ആന്റി കറപ്ഷൻ വിങ് എന്ത് ചെയ്തു? സാലിയ സമനെ എന്ത് ചെയ്തു? 5 വർഷത്തേക്ക് വിലക്കി. ഇറ്റലി എന്ത് ചെയ്ത് വേൾഡ് കപ്പിൽ യോഗ്യത നേടി. ബാംഗ്ലൂരിൽ പുതിയ രണ്ടാമത്തെ ഏറ്റവും വലിയ, ഒന്നാമത്തെ നമുക്കറിയാലോ എവിടെയാണ്? അഹമ്മദാബാദ് സ്റ്റേഡിയം ആണ് ഒന്നാമത്തത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സ്റ്റേഡിയം എവിടെ വരുന്നത്? രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം ബാംഗ്ലൂർ വരുന്നുണ്ട്. നമുക്ക് അടുത്തയിലേക്ക് പോകാം. ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫിഡയുടെ വുമൻസ് വേൾഡ് കപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഓക്കെ, ദിവ്യ ദേശ്മുഖ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദിവ്യ ദേശ്മുഖിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള കൊനേരു ഹംപിയെ തന്നെയാണ് തോൽപ്പിച്ചത്. അതെ, ടൈ ബ്രേക്കിലൂടെയായിരുന്നു തോൽപ്പിച്ചതെന്നൊക്കെ നമ്മൾ ന്യൂസിനകത്ത് കണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണേ. 2025 ഇന്ത്യയുടെ 4ാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരാ? ദിവ്യ ദേശ്മുഖിനെ പറ്റിയാണ് പറഞ്ഞ കാര്യം. 2013 ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വുമൻസ് ഫിഡെ മാസ്റ്റർ ആയിട്ട് 7ാം വയസ്സിൽ ആരാ? ദിവ്യ ദേശ്മുഖ് ആ ഒരു പദവി ലഭിച്ചായിരുന്നു. പിന്നെ 2022 ഇന്ത്യ വനിതാ നാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അണ്ടർ 20 ഗേൾസ് വേൾഡ് ചാമ്പ്യനായി 2024. അതുപോലെ തന്നെ ഫിഡയുടെ ഇപ്പം കഴിഞ്ഞ 2025 കഴിഞ്ഞ ഫിഡയുടെ വുമൻസ് വേൾഡ് കപ്പ് ജോർജിയയിലെ ബത്തുമിൽ വെച്ചായിരുന്നു ഇതിന്റെ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. കൊനേരു ഹംപിയെ തോൽപ്പിച്ചു. പിന്നെന്താണ്? ചെസ് ഒളിമ്പ്യാഡ് 2025 ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ നല്ല നിർണായക പങ്ക് വഹിച്ചത്, അല്ലെങ്കിൽ ആ ടീം ഇനത്തിൽ നിർണായക പങ്ക് വഹിച്ചതിൽ ദിവ്യ ദേശ്മുഖ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത്രയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഫിഡ വുമൻസ് വേൾഡ് കപ്പ് നേടിയ ആദ്യ വനിത. ആരെയാണ് തോൽപ്പിച്ചത്? കൊനേരു ഹംപിയെ. അങ്ങനെ എത്രാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടുന്നു? 4ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ. വനിതകളുടെ 4ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടി. ഇനി അടുത്ത് എന്താണ് പഠിച്ചത്? ഇവരുടെ പ്രത്യേകതയാണ് 2013 എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വുമൻസ് ഫിഡ മാസ്റ്റർ 7ാം വയസ്സിൽ ലഭിച്ചു. പിന്നെ എന്താണ്? ഇന്ത്യൻ വനിതാ നാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട് 2022. 2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻ ആയിട്ടുണ്ട്. 2024 അണ്ടർ 20 വേൾഡ് കപ്പ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഈ വേൾഡ് കപ്പ് ഈ ഫിഡയുടെ ഇപ്പം വിജയിച്ച വേൾഡ് കപ്പ് എവിടെയാണ്? ബത്തുമിൽ ജോർജിയയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി 2025 നടന്ന ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കും. വിജയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതിൽ ഇവരുടെ പങ്ക് വലുതാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. നമുക്കിനി ഗ്രാൻഡ് സ്ലാം കിരീടത്തിലേക്ക് പോവാം. ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് സ്ലാം കിരീടം ഇതൊക്കെ. അപ്പൊ 2024 25 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 2024 ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി. ഈ ഒരു ക്രമം നിങ്ങൾ പഠിക്കുക. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ, രണ്ടാമത് എന്താണ്? ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമത് വിംബിൾഡൺ, 4ാമത് US ഓപ്പൺ. അപ്പം നോക്കണേ, ഇത് ഞാനൊരു കോഡൊക്കെ വെച്ച് സെറ്റാക്കി തരാം. 2024 നമ്മുടെ റേഷ്യോ ആയിട്ട് പഠിക്കാം. 1:2:2 ഇങ്ങനെയാണെന്ന് വെക്കുക. ഒന്ന് പഠിക്കേ. ഒന്നെന്ന് പറഞ്ഞാൽ ആരാണ്? ജാനി സിംഗർ ആണ് 1. 2 കാർലോസ് അൽക്കാരസ്. അടുത്ത എന്താണ്? വിംബിൾഡൺ. നമുക്ക് വിംബിൾഡൺ കാർലോസ് അൽക്കാരിസ് ആണ് 2024 നേടിയത്. US ഓപ്പൺ നേടിയത് ജാനി സിംഗർ ആണ്. അപ്പൊ നമ്മുടെ കോഡ് എങ്ങനെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനി സിംഗർ, ഫ്രഞ്ച് ഓപ്പൺ കാർലോസ് അൽക്കാരിസ്, വിംബിൾഡൺ കാർലോസ് അൽക്കാരിസ്, പിന്നെ US ഓപ്പൺ ജാനി സിംഗർ. നമ്മുടെ കോഡ് എങ്ങനെയാണ്? 2 കാര്യങ്ങളേ ഉള്ളൂ. 2024 റേഷ്യോ ആയിട്ട് അങ്ങ് പഠിക്കേ. 2024 1:2:2:1 കേട്ടോ. ഓക്കെ, അപ്പൊ 1 പറഞ്ഞാൽ ആരായിരിക്കും? ഗ്യാനി സിംഗർ ആണ് അല്ലെ. 1 ഗ്യാനി സിംഗർ. രണ്ടാമതാണ് നമ്മുടെ ആരാണ്? ഫ്രഞ്ച് ഓപ്പൺ ഒക്കെ നേടി കാർലോസ് അൽക്കാരിസ്.
വിംബിൾഡൺ, കാർലോസ്. ഈ ക്രമം നിങ്ങൾ പഠിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ആദ്യം, ദെൻ അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഓപ്പൺ, ദെൻ അത് കഴിഞ്ഞിട്ട് വിംബിൾഡൺ, ദെൻ അത് കഴിഞ്ഞിട്ട് US ഓപ്പൺ. കേട്ടല്ലോ, ഈ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ദെൻ അടുത്ത് 2025 നോക്കാം. സെയിം ആണ്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആർക്കാ കിട്ടിയേ? യാനിക് സിന്നറിനാണ്. സെയിം തന്നെയാണ് ഫ്രഞ്ച് ഓപ്പണിലും കാർലോസ് അൽക്കാരിസ് തന്നെയാണ് കിട്ടിയത്. ദെൻ അടുത്തത് യാനിക് സിന്നറിനാണ് വിംബിൾഡൺ കിട്ടിയത്. ഓർത്ത് വെക്കുക. കാർലോസ് അൽക്കാരിസ് ആണ് US ഓപ്പൺ. അപ്പൊ അതിന്റെ കോഡ് എങ്ങനെ എഴുതും? സെറ്റ് ആക്കും നമുക്ക് 1:2:1:2 കേട്ടോ. ഇതാണ് നമ്മൾ വെക്കുക. ഒന്നാരാന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാരാണ് നമ്മുടെ യാനിക് സിന്നർ, രണ്ടാരാണ് കാർലോസ് അൽക്കാരിസ്, മൂന്നാരാണ് മൂന്നാമത് യാനിക് സിന്നർ, വീണ്ടും കാർലോസ് അൽക്കാരിസ്. അപ്പൊ നമ്മുടെ കോഡ് സെറ്റ് ആയല്ലോ. A ഫോർ ഓസ്ട്രേലിയൻ ഓപ്പൺ, F ഫ്രഞ്ച് ഓപ്പൺ, W വിംബിൾഡൺ, U എന്താണ്? US ഓപ്പൺ. ക്ലിയർ ആണോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഇത് പഠിച്ച് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ഇത് മെൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. വുമൺസിലേക്ക് വരാം. വുമൺസിൽ ആരാ നോക്കുക? 2024 അരിയാന സബലങ്ക, ഓക്കെ, ഇഗാ സ്വീറ്റക്ക്, ബാർബറോ ക്രിജിക്കോവ. ഓക്കെ, ദെൻ അടുത്ത് അരിയാന സബലങ്ക. ഓർത്ത് വെക്കണേ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 എഴുതത് അരിയാന സബലങ്ക, US ഓപ്പണും അരിയാന സബലങ്ക. അപ്പോൾ 1:2 നമുക്ക് അവസാനം 1 തന്നെ ഇടാം. ഇഗാ സ്വീറ്റക്ക് കേട്ടോ. ഇഗാ സ്വീറ്റക്ക് ഓർത്ത് വെച്ചേക്കണേ. ഇഗാ സ്വീറ്റക്കാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ നേടിയത്. ഇനി ബാർബറ ക്രിജിക്കോവയ്ക്ക് എന്താണ് കിട്ടിയത്? ബാർബറ ക്രിജിക്കോവയ്ക്ക് വിംബിൾഡൺ ആണ് കിട്ടിയത്. ഓർത്ത് വെച്ചേക്കണേ. ഇനി 2025 അതിനകത്ത് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് മാഡിസൺ കീസ് ആണ് കിട്ടിയത്. മാഡിസൺ കീസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത്. മാഡാണ്, ഓസ്ട്രേലിയക്ക് പോകുന്നത് മാഡാണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഫ്രഞ്ച് ഓപ്പൺ കൊക്കോ ഗോൾഫാണ്. കൊക്കോ ഗോൾഫിനാണ് കിട്ടിയത്. കൊക്കോ ഫ്രഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊക്കോ. ഓർത്ത് വെക്കുക, കൊക്കോയാണ്. പിന്നെ ഇഗാ സ്വീറ്റക്കിന് തന്നെയാണ് വിംബിൾഡൺ കിട്ടിയത്. അരിയാന സബലങ്കയ്ക്കാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് കേട്ടോ. സോറി, US ഓപ്പൺ കിട്ടിയത്. അപ്പം US ഓപ്പൺ 2 വർഷവും ഹരിയാനയ്ക്ക് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, US ഓപ്പൺ പുറത്ത് വെച്ചേക്കണേ. മാഡ് എവിടെയാണ്? ഓസ്ട്രേലിയ പോകുമ്പോൾ മാഡ്. ഓക്കെ, ഫ്രഞ്ച് കോക്കോ. ഓക്കെ, ദെൻ വിംബിൾഡൺ ഇഗാ സ്വീറ്റക്ക് വിംബിൾഡൺ. ഓക്കെ, US ഓപ്പൺ ഹരിയാന. ഓക്കെ, 2 വർഷം ഹരിയാന തന്നെയാണ്. പഠിച്ചു വെച്ചേക്കണേ. ക്ലിയർ ആയിട്ട് കിട്ടിയ നോട്ട് നോക്കി വായിച്ചു വെക്കുക. എന്റെ കോഡൊക്കെ പൊട്ട കോഡായിരിക്കും. എന്തായാലും നിങ്ങൾ നോക്കി നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പഠിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഹോക്കിയിലെ കാര്യമാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. 2025 സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്തു? ഹോക്കിയിൽ എന്ത് ചെയ്തു? ഏഷ്യ കപ്പ് നടന്നായിരുന്നു. ഹോക്കിയിലെ ഏഷ്യ കപ്പ് എവിടെ വെച്ച് നടന്നു? ബീഹാറിൽ വെച്ച് നടന്നായിരുന്നു. ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ആരെ പരാജയപ്പെടുത്തിയ? ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയത്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യ കപ്പ് വീണ്ടും ഇന്ത്യ നേടുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ 4ാമത്തെ ടൈറ്റിലാണ്. ഏഷ്യ കപ്പ് എത്ര തവണ ഇന്ത്യ നേടിയിട്ടുണ്ട്? 4 തവണ നേടിയിട്ടുണ്ട്. ഫൈനലിൽ 9 തവണ വന്നിട്ടുണ്ട്. പക്ഷെ 4 തവണ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മെൻസ് വേൾഡ് കപ്പ് 2026 നടക്കുന്ന എവിടെയാണ്? നെതർലൻഡും ബെൽജിയത്തിലുമാണ്. അതിലേക്ക് യോഗ്യത നേടി, ഇന്ത്യക്ക് യോഗ്യത നേടി. പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, ഓർത്ത് വെച്ചേക്ക. മെൻസ് വേൾഡ് കപ്പ് 2026 എവിടെ വെച്ചാൽ? നെതർലൻഡും ബെൽജിയത്തിൽ വെച്ചാണ്. ഇതിന്റെ ഒരു മാസ്കോട്ട് എന്താണ്? ചന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ദേശീയ മൃഗമായ കടുവയുടെ ധൈര്യവും വേഗവും ഒക്കെ സിമ്പിൾസ് ആയിട്ടുള്ള ഒരു മാസ്കോട്ട് ആയിരുന്നു ചന്ദ് എന്ന് പറയുന്ന ഒരു മാസ്കോട്ട്. ഓർത്ത് വെക്കുക. എവിടെ വെച്ചായിരുന്നു? ബീഹാറിലായിരുന്നു. ആരെ പരാജയപ്പെടുത്തി? ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഇനി നമുക്ക് ഫുട്ബോളിലേക്ക് വരാം. ഫുട്ബോൾ കോപ്പ അമേരിക്കയിൽ മെൻസ് അല്ല, വുമൺസിന്റെ കാര്യമാണ് പറയുന്നത്. മെൻസിന്റെ കാര്യം ഓൾറെഡി നമുക്കറിയാം. അർജന്റീനയൊക്കെ ജയിച്ചു. ഓക്കെ, എന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഇത് മെൻസിന്റെ കാര്യമാണ്. മെൻസിൽ ആരാണ് ജയിച്ചത്? വിമൻസിൽ ആരാണ് ജയിച്ചത്? ബ്രസീലാണ്. ഓക്കെ, വിമൻസിന്റെ ആരാ ജയിച്ചത്? ബ്രസീലാണ്. ഓക്കെ, വനിതകളുടെ ആരാണ് കോപ്പ അമേരിക്ക ജയിച്ചത്? ബ്രസീല്. ഓക്കെ, ഇനി കൊളംബിയാണ് പരാജയപ്പെടുത്തിയത്. ഇനി അടുത്ത് 2020 യൂറോ കപ്പും നടന്നിട്ടുണ്ട് വനിതകളുടെ. അതിൽ വിജയിച്ചത് ആരാണ്? ഇംഗ്ലണ്ടാണ്. യൂറോ കപ്പ് വിജയിച്ചത് ആരാണ്? ഇംഗ്ലണ്ടാണ്. മെൻസിന്റെ കാര്യം ഇവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു. കോപ്പ അമേരിക്കയിൽ മെൻസിന്റെ വിജയിച്ചത് ആരാന്ന് വെച്ചാൽ അർജന്റീനയാണ്. യൂറോ കപ്പ് വിജയിച്ചത് സ്പെയിനാണ് എന്ന കാര്യം ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ ആരാണ്? ബ്രസീലും ഇംഗ്ലണ്ട്. ഓക്കെ, സെറ്റായി. ഇനി അടുത്തേക്ക് പോവാം. സൂപ്പർ ലീഗ് അല്ലെ, ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ട് ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് വിജയിച്ചത് 2024-25 എഡിഷനാണ്. മോഹൻ ബഗാനാണ് വിജയിച്ചത് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഇനി ഫിഫയുടെ വേൾഡ് ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. ഫിഫയുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് വിജയിച്ച ക്ലബ്ബുകളിലെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടല്ലോ. അതിൽ വിജയിച്ചതാണ് ചെൽസിയാണ് കേട്ടോ. വിജയിച്ചതാരാ? ചെൽസിയാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക.
ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു നോക്കണേ. 2027 വെച്ചാണ് വനിതകളുടെ ഫുട്ബോളിലെ വേൾഡ് കപ്പ് കേട്ടാ. ഫുട്ബോളിലെ വേൾഡ് കപ്പാണ് 2027 എവിടെ വെച്ചാ? ബ്രസീൽ പഠിച്ചു വെച്ചേക്കണേ. വനിതകളുടെ ഫുട്ബോളിലെ വേൾഡ് കപ്പ് എവിടാണ്? ബ്രസീൽ. ഇനി 2026 മെൻസിന്റെ വേൾഡ് കപ്പ്, തൊട്ടടുത്ത വർഷം മെൻസിന്റെ വേൾഡ് കപ്പ് ഉണ്ട് കേട്ടോ ഫുട്ബോളിൽ. എവിടെ വെച്ചാണ്? USA, കാനഡ, മെക്സിക്കോ. എവിടേക്കാ? USA, കാനഡ, മെക്സിക്കോ. ഇനി അത് കഴിഞ്ഞിട്ടോ 2030 4 വർഷം കൂടുമ്പോഴാ. ഇതൊക്കെ 4 വർഷം മെൻസിന്റെ കാര്യമാണ്. 2022 നമ്മൾ കണ്ടായിരുന്നു ഖത്തറിൽ വെച്ചിട്ട് അർജന്റീന വിജയിച്ചൊക്കെ ഓർമ്മയുണ്ടോ? 2022 ദാ 4 കൂടെ കൂട്ട് 2026 ആരാണ്? എവിടെ വെച്ചാണ് മത്സരം നടക്കുന്നത്? USA, കാനഡ, മെക്സിക്കോ. ഇനി 2024 കൂട്ട് 2030 കേട്ടോ. 2030 എവിടെയാണ്? മൊറോക്കോ, പോർച്ചുഗല്, സ്പെയിന് രാജ്യങ്ങളിലായിരിക്കും 2030 പഠിച്ചോണേ. ഇനി ഫിഫയുടെ ഇന്ത്യയിലെ പെൺകുട്ടികൾക്കായിട്ട് ആദ്യത്തെ ടാലന്റ് അക്കാഡമി വരുന്നുണ്ട്. ടാലന്റ് അക്കാഡമി എവിടെ? ഹൈദരാബാദിലാണ് വരുന്നത്. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. ഇനി ലോക ഫുട്ബോൾ ദിനം എന്നാണ്? അത് മെയ് 25 കേട്ടോ. മെയ് 25 എല്ലാ വർഷവും മെയ് 25 ഈ വർഷത്തെ തീം എന്താണ്? ടുഗദർ വി ആർ സ്ട്രോങ്ങർ എന്നാണ്. ടുഗദർ വി ആർ സ്ട്രോങ്ങർ എന്നാണ് എന്ന കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി ജമീലാണ് കേട്ടോ. ഖാലിദ് ജമീലാണ് ഇന്ത്യയുടെ സീനിയർ പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ട് വരുന്നത്. സോ ബോക്സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വേൾഡ് ബോക്സിംഗ് കപ്പ് ഉണ്ടായിരുന്നു 2025 ബ്രസീലിൽ വെച്ചായിരുന്നു. സോ ഇന്ത്യക്ക് 6 മെഡലാണ് നേടിയത്. പിന്നെ അതിൽ വിജയിച്ചത് ആരാണ്? ഉസ്ബെക്കിസ്ഥാനാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു കേട്ടോ. 2ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. പുരുഷന്മാരുടെ 2ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. വനിതകളുടെ റാങ്കിങ്ങിൽ പോളണ്ടാണ് 1ാമത്, 2ാമത് ഇറ്റലി, 3ാമത് ബ്രസീലായിരുന്നു കേട്ടോ. വേൾഡ് ബോക്സിംഗ് വേൾഡ് കപ്പ് ബ്രസീലിൽ വെച്ചായിരുന്നു എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി അടുത്തതിലേക്ക് വരാം. കബഡി വേൾഡ് കപ്പ് നമ്മൾ ഓൾറെഡി PSC ചോദിച്ചു. കബഡി വേൾഡ് കപ്പ് എവിടെ വെച്ചായിരുന്നു? ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു കബഡി വേൾഡ് കപ്പ് നടന്നത്. അതിൽ വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ്. 2ലും ഇന്ത്യയാണ്. റണ്ണർ അപ്പ് ആരാണ്? ഇംഗ്ലണ്ട് ആയിരുന്നു കേട്ടോ. കബഡി വേൾഡ് കപ്പ് ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത്. വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ് എന്ന കാര്യം കൂടെ ഓർത്തുക. ഇനി അടുത്തതിലേക്ക് വന്നാൽ കൊക്കോ വേൾഡ് കപ്പ്. ആദ്യത്തെ കൊക്കോ വേൾഡ് കപ്പ് എല്ലാവരും നടന്നേ. അതിൽ വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇത് വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, നേപ്പാൾ ആയിരുന്നു റണ്ണർ-അപ്പ് ഉണ്ടായിരുന്നത്. ന്യൂഡൽഹി വെച്ചായിരുന്നു. ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു. വിജയിച്ചത് ഇന്ത്യയാണ് എന്ന കാര്യം കൂടെ ഓർക്കുക. ഇനി നെക്സ്റ്റ് നമുക്കറിയാം ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023, 25 കാര്യങ്ങൾ 24, 25 24 ആർക്കൊക്കെയാണ്? മനു ഭാക്കർ, ഓക്കെ, ഡി ഗുണേഷ്, ദെൻ അതുപോലെ തന്നെ ഹർമൻപ്രീത് സിംഗ് ഹോക്കിയാണ്. ഹർമൻപ്രീത് സിംഗ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. പഠിച്ചു വെച്ചേക്കണേ, പാരാ അത്ലറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനി അവാർഡ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടുക. ഇന്ന കറക്ഷൻ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ കറക്ഷൻ ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കറക്ഷൻ ചെയ്യാം. സ്പീഡ് കൂടുതലാണെങ്കിൽ പറയുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുക കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയണേ. ശരി.